ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വുമൺ 2024 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തത്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. 1749 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയമാണ് ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകളുടെ വ്യാപാരം നടത്തുന്നതിന് തടയുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ് വ്യവസ്ഥ. ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത്, 1ഉം 2ഉം. താഴെ പറയുന്ന സംഭവങ്ങളിൽ കാലഗണന ക്രമത്തിൽ ക്രമീകരിക്കുക. 1 വൈക്കം സത്യാഗ്രഹം, 2 ചാന ലഹള, 3 പാലിയം സത്യാഗ്രഹം, 4 ക്ഷേത്രപ്രവേശന വിളംബരം. ഓപ്ഷൻ ബി ആണ് ഇതിന് ശരിയുത്തരം വരുന്നത്, 2, 1, 4, 3. അപ്പോൾ ചാന ലഹളയാണ് ഫസ്റ്റ് വരുന്നത്, പിന്നെ വൈക്കം സത്യാഗ്രഹം, നാലാമതായിട്ട് വരുന്ന ക്ഷേത്രപ്രവേശന വിളംബരം, അവസാനം പാലിയം സത്യാഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ഓപ്ഷൻ സി ഡൽഹൌസിയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവേത്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, ഗോപാലകൃഷ്ണ ഗോഖലെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യ നാമം? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത്, ഓപ്പറേഷൻ ബാർബറോസ. ആറാമത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം? ഓപ്ഷൻ ഡി കൊൽക്കത്തയാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമധ്യരേഖയിൽ കൊറിയോലിസ് ബലം ഡാഷ് ആണ്? ഭൂമധ്യരേഖയിൽ കൊറിയോലിസ് ബലം 0 ആണ്. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺസിൻക്രോണൈസ്ഡ് ഉപഗ്രഹം ഏതാണെന്നാണ്? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം, IRS-1A. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ വേമ്പനാട്ടു കായലിൽ പതിക്കാത്ത നദി ഏത്? ഓപ്ഷൻ ഡി ഭാരതപ്പുഴയാണ്. 10, ഭൂവൽക്കത്തിൽ ഫലകങ്ങളുടെ ചലനത്തിനു കാരണമാകുന്ന പ്രധാന ബലം ഏതാണ്? ഓപ്ഷൻ എ ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹം. 11ാമത്തെ ക്വസ്റ്റ്യൻ, സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമെന്ത്? ഓപ്ഷൻ ബി എൽനിനോ. 12ാമത്തെ ക്വസ്റ്റ്യൻ, കാറ്റിൽ നിന്നുള്ള ഊർജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമേത്? ഓപ്ഷൻ സി തമിഴ്നാട്. 13ാമത്തെ ക്വസ്റ്റ്യൻ, കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി? ഓപ്ഷൻ ഡി ആണ് PM ആശാ യോജന. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 1, ബഫർ സ്റ്റോക്സ് സൃഷ്ടിക്കുവാൻ ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുവാൻ ഗവൺമെൻറ്റിന് സാധിച്ചു. 2, പാവപ്പെട്ടവർക്ക് ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. 3, സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, 1, 2, 3 ഇവയെല്ലാം. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്.